2023 ഡിസംബർ 6 അന്നാണ് ബാംഗ്ലൂരിലെ ഒരു പ്രശസ്തമായ ഹോസ്പിറ്റലിൽ ഗുരുതരമായി പൊള്ളലേറ്റ ഒരു യുവാവിനെ പ്രവേശിപ്പിക്കുന്നു. 24-കാരിയായ റാണി എന്ന സ്ത്രീയാണ് അയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്. സ്വാഭാവികമായിട്ടും ആദ്യഘട്ടത്തിൽ തന്നെ ആശുപത്രി അധികൃതർ ചോദിച്ചത് എന്താണ് സംഭവിച്ചത് എന്നാണ്. പാചകം കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്യാൻ മറന്നെന്നും അങ്ങനെയുണ്ടായ ഷോർട്ടേജിനിടയ്ക്ക് ഇയാൾ തീപ്പെട്ടി ഉറച്ചപ്പോൾ വലിയ രീതിയിൽ പൊള്ളലേറ്റതാണ് എന്നായിരുന്നു റാണി അധികൃതരോട് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് ഹോസ്പിറ്റലിലെത്തി പൊള്ളലേറ്റി കിടക്കുന്ന സഞ്ജയുടെ മൊഴിയെടുത്തു. അവർ അന്വേഷണം ആരംഭിച്ചു. ആ ഘട്ടത്തിലാണ് പോലീസിന് മറ്റൊരു കാര്യം മനസ്സിലായത്. പൊള്ളലേറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന സഞ്ജയ് എന്നയാൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. റാണിയും സഞ്ജയും സുഹൃത്തുക്കളായിരുന്നു. എന്നാൽ ആശുപത്രിയിലെ മിക്ക ആളുകളും കരുതിയത് റാണി സഞ്ജയുടെ ഭാര്യയാണ് എന്നായിരുന്നു. ഏതായാലും 2 ദിവസങ്ങൾ കഴിഞ്ഞ് സഞ്ജയ്ക്ക് ബോധം വന്നു. മൊഴിയെടുക്കാൻ ചെന്ന പോലീസിനോട് സഞ്ജയ് പറഞ്ഞതും റാണി പറഞ്ഞ അതേ കാര്യങ്ങളാണ്. ഈ മൊഴി നൽകിയതോടെ അപകടമായി കണക്കാക്കി പോലീസ് കേസ് അവസാനിപ്പിച്ചു. അങ്ങനെ വളരെയേറെ ദിവസങ്ങൾ പിന്നിട്ടിട്ടും സഞ്ജയുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വലിയ ഗുണമൊന്നും കാണുന്നില്ല. ജീവിതത്തിലേക്ക് ഇനിയൊരു മടക്കമില്ലെന്നും ഇത് തന്നെ ആയിരിക്കാം തന്റെ അവസാന നിമിഷങ്ങളെന്നും അയാൾക്ക് പതിയെ തോന്നി തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏകദേശം ഡിസംബർ 6 ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ട സഞ്ജയ് ഡിസംബർ 19 ആയിട്ട് കൂടി 13 ദിവസങ്ങൾ പിന്നിട്ടിട്ട് കൂടി റാണി എന്ന യുവതി ഇയാളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നത് ഇയാൾക്ക് ഏറെ വേദന ഉണ്ടാക്കി. അങ്ങനെ ഇരിക്കെ അയാൾ ആ സത്യം വെളിപ്പെടുത്താൻ തീരുമാനിച്ചു. ഒരു നഴ്സ് വഴി പോലീസിനെ വിവരം അറിയിച്ചു. അങ്ങനെ ഒരിക്കൽ കൂടി പോലീസ് സഞ്ജയുടെ അടുത്തെത്തുകയാണ്. തനിക്ക് സംഭവിച്ചത് ഒരു അപകടമല്ലെന്നും മറിച്ച് റാണി എന്ന യുവതി തന്നെ തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ചതാണെന്നുമുള്ള ഗുരുതരമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലായിരുന്നു സഞ്ജയ് പോലീസിന് മുന്നിൽ നടത്തിയത്. അങ്ങനെ ഇരിക്കെ എങ്ങനെയാണ് സഞ്ജയും റാണിയും പരിചയപ്പെട്ടത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 2028 ബസനഗുഡി എന്ന പോലീസ് സ്റ്റേഷനിൽ ഹോം ഗാർഡായി ജോലി ചെയ്യുകയായിരുന്നു സഞ്ജയ്. ആ സമയത്താണ് റാണിയുമായി സഞ്ജയ് പരിചയപ്പെടുന്നത്. വിവാഹിതയും 2 മക്കളുടെ മാതാവുമായ റാണി ഈ വിവരം സഞ്ജയിൽ നിന്ന് മറച്ചുവെച്ച് സഞ്ജയുമായി പതുക്കെ പ്രണയത്തിലാകുകയായിരുന്നു. പിന്നീട് ഏതൊരു അവസരത്തിൽ ഇവർ വിവാഹിതയാണെന്നും ഇവർക്ക് 2 മക്കളുണ്ടെന്നുള്ള വിവരം സഞ്ജയ് മനസ്സിലാക്കി. എന്നാൽ പോലും അത് അവർ തമ്മിലുള്ള ബന്ധത്തെ വേർപ്പെടുത്താനോ തമ്മിൽ പിരിയാനോ ഒരു കാരണമായിരുന്നില്ല. അവർ ബന്ധം മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷെ റാണിക്ക് സഞ്ജയുടെ ആത്മാർത്ഥമായ സ്നേഹമല്ല വേണ്ടിയിരുന്നത്. റാണിക്ക് വേണ്ടത് സാമ്പത്തികമായ നേട്ടങ്ങളായിരുന്നു. അത് മനസ്സിലാക്കാൻ സഞ്ജയ്ക്ക് ആദ്യഘട്ടത്തിൽ നിന്ന് സാധിച്ചില്ല എന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. റാണിയുടെ ഉദ്ദേശം ഇതായതുകൊണ്ട് തന്നെ പലതവണ വലിയതും ചെറിയതുമായ ഒരുപാട് പണം സഞ്ജയിൽ നിന്ന് റാണി കൈപ്പറ്റിയിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ചില സംശയത്തിന്റെ പുറത്ത് ഒരു ദിവസം റാണിയുടെ ഫോണ് സഞ്ജയ് പരിശോധിച്ചത്. അങ്ങനെ ഇരിക്കുകയാണ് സഞ്ജയ് ആ ഞെട്ടിക്കുന്ന വിവരം പറഞ്ഞത്. റാണി ഒരേ സമയം തന്നോട് മാത്രമല്ല മറ്റു 3 ആളുകളുമായി പ്രണയത്തിലാണെന്ന് സഞ്ജയ് പതിയെ മനസ്സിലാക്കുന്നു. താൻ 4-ൽ ഒരുവൻ മാത്രമാണെന്നുള്ള യാഥാർത്ഥ്യം സഞ്ജയ് അങ്ങനെ തിരിച്ചറിഞ്ഞു. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സഞ്ജയും റാണിയും നിരന്തരം വഴക്കായി. അങ്ങനെ ഡിസംബർ 6 ഭർത്താവ് ശബരിമലക്ക് തീർത്ഥാടനത്തിന് പോയ അവസരം നോക്കി സഞ്ജയെ റാണി വീട്ടിലേക്ക് വിളിച്ചിരുത്തി. അങ്ങനെ അവിടെ വെച്ച് അവർ വീണ്ടും വലിയ രീതിയിൽ തർക്കമുണ്ടായി. കൂടുതൽ സംസാരിച്ചാൽ തന്നെ ഞാൻ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കളയുമെന്ന് റാണി സഞ്ജയെ ഭീഷണിപ്പെടുത്തി. ഒരു പോലീസുകാരനല്ലേ, അയാളുടെ ഈഗോ സ്വാഭാവികമായിട്ടും ഹർട്ടായിട്ടുണ്ടാവാം. എന്നാൽ പിന്നെ അതൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞിട്ട് സഞ്ജയ് പുറത്തുപോയി ഒരു കുപ്പിയിൽ പെട്രോൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് റാണിയെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ധൈര്യമുണ്ടെങ്കിൽ നീ എന്നെ ഒന്ന് കത്തിക്കടി എന്ന രീതിയിലായിരുന്നു സഞ്ജയുടെ പ്രതികരണം. ബോട്ടിൽ കയ്യിലെടുത്ത റാണി അപ്രതീക്ഷിതമായി ഇത് സഞ്ജയുടെ ദേഹത്തോട്ട് ഒഴിച്ചു. സഞ്ജയ് ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. റാണി ദേഹത്തേക്ക് പെട്രോൾ ഒഴിച്ച ഉടൻ തന്നെ സഞ്ജയ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും അത് സാധിച്ചില്ല. ഉടൻ തന്നെ റാണി തീപ്പെട്ടി എടുത്ത് വരച്ച് അയാൾക്ക് നേരെ എറിഞ്ഞു. പിന്നെ ഒരു തീകോളമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ തീ അണച്ച ശേഷം ആശുപത്രിയിൽ എത്തിച്ച റാണിയെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു സഞ്ജയ് റാണിക്ക് അനുകൂലമായിട്ടുള്ള മൊഴി ആദ്യഘട്ടത്തിൽ നൽകിയത്. അങ്ങനെ ഇരിക്കെ റാണി തന്നെ ഉപേക്ഷിച്ചെന്നും ഇനി അവൾ കഴിഞ്ഞ 13 ദിവസങ്ങളായി തന്നെ അവൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നും അതിനർത്ഥം അവൾ പൂർണ്ണമായും തന്നെ ഉപേക്ഷിച്ചു എന്നുമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇയാൾ സത്യം പറയാൻ തീരുമാനിച്ചു. അങ്ങനെ സഞ്ജയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ റാണിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വൈകാതെ ഡിസംബർ 21 വേണ്ട വിധം ചികിത്സയൊന്നും ഫലിക്കാതെ സഞ്ജയ് മരണത്തിന് കീഴടങ്ങി. റാണിക്കെതിരെ വധശ്രമത്തിന് രജിസ്റ്റർ ചെയ്ത കേസ് അങ്ങനെ കൊലപാതക കേസുമായി. എല്ലാ അവിഹിതങ്ങളുടെയും ഒടുക്കം ഇങ്ങനെയൊക്കെ തന്നെയാണ്.
ആരെങ്കിലും ഒരാൾ അതിന് ബലിയാടായേ തീരൂ. അതാണ് അതിൻ്റെ അന്നത്തെയും ഇന്നത്തെയും വിധി. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടുമേകാത്തിനെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഇവിടെ